വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വീലുകൾ താഴെ വീഴുന്ന പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. 2024 മാർച്ച് 7 തീയതി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ജപ്പാനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത യുണൈറ്റഡ് എയർലൈൻസിന്റെ ബോയിങ് 777 വിമാനത്തിന്റെയും ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ചെയ്തപ്പോൾ മെയിൻ ലാൻഡിംഗ് ഗിയറിൽ നിന്നും ഒരു വീല് ഊരി താഴേക്ക് വീണതാണെങ്കിലോ എയർപോർട്ടിലെ പാർക്കിംഗ് ഏരിയയിലാണ്. ആർക്കും ഇഞ്ചുറി ഒന്നും തന്നെ ഇല്ല. എന്നാൽ അവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് സാരമായ ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. ഉടനെ തന്നെ വിമാനം തൊട്ടടുത്തുള്ള ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിൽ എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യുകയും പാസഞ്ചേഴ്സിനെ മുഴുവനായിട്ട് സേഫായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്തു. യുണൈറ്റഡ് എയർലൈൻസിന്റെ മെയിൻ്റനൻസ് ടീമിന്റെ സൈഡിൽ നിന്നും വന്ന എറർ മൂലവും ഇങ്ങനെ സംഭവിക്കാം. വിമാനത്തിന്റെ വീൽ ചേഞ്ച് ചെയ്യുന്ന പ്രൊസീജിയറിൽ ശരിയായ അളവിൽ ഫൈനൽ ടോർക്ക് കൊടുത്ത് ടൈറ്റ് ചെയ്യാതിരുന്നാലും ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ഫെയിലർ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് 2025 മാർച്ച് 6 തീയതിയിലും ടേക്ക് ഓഫ് സമയത്ത് ബുത്തായ് എയർലൈൻസിന്റെ നോസ് ലാൻഡിംഗ് ഗിയറിന്റെ വീൽ ഊരിപ്പോയിരുന്നു. എന്നാൽ വിമാനത്തിനെ സേഫായിട്ട് കാഠ്മണ്ഡു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിപ്പിക്കുകയും പാസഞ്ചേഴ്സിനെയും ക്രൂവിനെയും ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്തു.